ലക്ഷ്മി ടെമ്പിളാണ്. കാണാം. ലക്ഷ്മിയുടെ വിഗ്രഹം ഉണ്ടോ നോക്കാം. ലക്ഷ്മിയുടെ വിഗ്രഹം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതാണ് ലക്ഷ്മി ക്ഷേത്രം. ഇവിടുത്തെ കല്ലുകളൊക്കെ ഒരു രാജസ്ഥാനിലൊക്കെ ഉള്ള പോലെ ഒരു ചെറിയൊരു ചുവന്ന കളറോട് കൂടി പിങ്ക് കളറോട് കൂടിയിട്ടുള്ള മാർബിൾ സ്റ്റോൺസ് പോലെയുണ്ട്. നമുക്ക് കല്ലുകളിൽ നിന്ന് എങ്ങനെയാണ് തോന്നുന്നത് കണ്ടിട്ട്. ഇപ്പോൾ കാഠിന്യം കുറഞ്ഞ് ബ്രിട്ടിലായിട്ടുള്ള കല്ലുകളാണ്. പക്ഷെ അത് കാലാകാലങ്ങളിൽ നിലനിൽക്കും. ചെറുതായിട്ട് തട്ടുക മുട്ടുക ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് പൊട്ടുന്നത്. കൃഷ്ണശിലയാണെങ്കിൽ കരിങ്കല്ല് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കറുത്ത കല്ലുകളാണെന്നെങ്കിൽ അത്ര പെട്ടെന്ന് പൊട്ടില്ല. അതാണ് തമിഴ്നാടൻ ആർക്കിടെക്ചർ കുറേ കാലം കൂടി നിലനിൽക്കാനുള്ള ഒരു കാരണം. ഇതും നിലനിൽക്കുമായിരുന്നു, പക്ഷേ ഓരോ സമയത്ത് കയ്യേറ്റങ്ങൾ ഉണ്ടാവുകയും ആ കാലഘട്ടത്തിലെ ഭരണാധികാരികൾ അവരുടെ വിശ്വാസത്തിനനുസരിച്ചിട്ട് അടിച്ചു തകർത്തതിൻ്റെയും ഭാഗമായിട്ടാണ് ഇതെല്ലാം പൊട്ടിയിരിക്കുന്നത്. ഇതാണ് വരാഹ ടെമ്പിൾ. വരാഹം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. വരാഹാവതാരം ഒരു പന്നിയുടെ അവതാരമാണ്. ഇതാണ് ഒരു അസാമാന്യമായ കൊത്തുപണി. വരാഹത്തിൻ്റെ ഇവിടെ വലിയ പരിക്ക് പറ്റിയിട്ടില്ല. വരാഹത്തിന് ഇവിടെ 2 കൊമ്പുകൾ പോയിട്ടുണ്ട് സംശയമാണ്. ഇവിടെ ഇതുപോലെ ഇല്ല, പോയിട്ടില്ല. അത് ഇല്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കെട്ട് പോയിട്ടുണ്ട്. കാലിൽ നിന്ന് മുകളിലോട്ടുള്ള കൺസ്ട്രക്ഷൻ മൊത്തമായിട്ട് ഇവിടെയും ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഇവിടെയുമുള്ള കൺസ്ട്രക്ഷൻസ് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. എന്നാലും വരാഹത്തിൻ്റെ മേഖലയിലുള്ള കൊത്തുപണികളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇത് കണ്ടാൽ അറിയാൻ പറ്റും ചെയ്തെടുത്തിരിക്കുന്നതിൻ്റെ മനോഹാരിത. വല്ല ക്യാമറ ചലിപ്പിക്കാം. എല്ലാവരും കണ്ടാസ്വദിക്കുക. വരാൻ പറ്റുന്നവർ ഭാവിയിലെങ്കിലും വരാൻ ശ്രമിക്കുക. വരാൻ ശ്രമിക്കുമ്പോൾ എല്ലാവരും ഓടുന്ന പോലെ ഓടരുത്. പല ആൾക്കാരും ഇതിനെക്കുറിച്ച് വിശദമായിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതിൻ്റെ രേഖകളുണ്ടാവും. ഇപ്പോൾ വിക്കിപീഡിയ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടാവും. അത് വായിച്ച ശേഷം വരുമ്പോൾ നമുക്ക് ഇതൊരു സർപ്പത്തിനെ പോലെയുണ്ട്. അവിടെ എനിക്ക് തോന്നുന്നത് ഒരു 5 ശിരസുള്ള പാമ്പോ അങ്ങനെ വല്ലൊക്കെ വെച്ചിട്ട് വളരെ ഭംഗിയായി ഇവിടെ ഈ വാലിൻ്റെ ഭാഗവും പൊട്ടിപ്പോയിട്ടുണ്ട്. ഇവിടെയും അതിൻ്റെ എന്താണ് കൺസ്ട്രക്ഷൻ എന്ന് ഇവിടെ വിരലുകൾ കാണാനുണ്ട്. കൺസ്ട്രക്ഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു ഇതില്ല. വരാഹത്തിൻ്റെ അത്രയും ശരീരത്തിൽ മൊത്തം കൊത്തുപണികൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് മെല്ലെ കവർ ചെയ്യുന്നത്. എല്ലാം റിപ്പീറ്റേറ്റീവാണ്. നമുക്ക് ഒരേപോലെ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളോട് കൂട്ടി എന്നാലും വളരെ സിമെട്രിക്കലായിട്ടതാ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ ഉള്ള ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ ഒരു കഴിവ്. ഇവിടെ ശിരസോ അങ്ങനെ എന്തോ അവിടുത്തെ എല്ലാ രൂപങ്ങളും പൊട്ടിച്ചിട്ടുണ്ട്. എന്താണെന്ന് അനുമാനിക്കാൻ പറ്റുന്നില്ല, നമുക്ക് സങ്കല്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. മഹാവിഷ്ണുവിൻ്റെ രൂപമാണ് ഇവിടെ കൊത്തിയിരിക്കുന്നത്. അതിമനോഹരമായ വരാഹം.